അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനൊരു മട്ടൻ്റെ തലത്തോരനാണ്, ആട്ടിറച്ചിയുടെ തലത്തോരൻ. കാരണം അത് നമുക്ക് നല്ലൊരു തല കിട്ടിയിട്ടുണ്ട്, നല്ല തോരൻ വയ്ക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നല്ലൊരു അടിപൊളി തലത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, അടിപൊളി തോരനാണ്. അതിനിപ്പോൾ ഇത് മട്ടൻ്റെ കണ്ണ കിടക്കുന്ന ഇതൊന്നും ഞാൻ എടുക്കില്ല, ഇതൊക്കെ കളയും. 2 കണ്ണുണ്ടായിരുന്നു. എല്ലാം വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്തിട്ട് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു വെള്ളത്തിൽ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഒരവിച്ച് നന്നായിട്ട് നല്ല ഇതിൻ്റെ വേസ്റ്റും അഴുക്കും ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ബ്ലഡിൻ്റെ അതും എല്ലാം ഇങ്ങനെ പറ്റിയിരിക്കും. അതെല്ലാം ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറും. എന്നിട്ട് വീണ്ടും ഒരു 3-4 വെള്ളത്തിൽ കഴിയതിന് ശേഷം നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം മാറുന്ന പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു വെള്ളം കൂടെ കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വെള്ളം ഫുള്ള് മാറുന്നതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. മട്ടൻ്റെതായതുകൊണ്ട് എല്ല് പീസായതുകൊണ്ട് നല്ല വേവുണ്ട്. നമുക്കത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് വയ്ക്കുന്നതിനേക്കാളും കുക്കറിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഡയറക്റ്റ് അടുപ്പിൽ വയ്ക്കുന്നത് കുക്കറിൽ വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ പീസ് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം, ഈ തലയുടെ പീസ് കൊണ്ട്. ഒരു 10-30 ചെറിയ ഉള്ളി, ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഒരു 5-6 പച്ചമുളക് അത് കട്ട് ചെയ്തിട്ടത്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മൾ കാശ്മീരി മുളകിൻ്റെ ചില്ലി ഫ്ലേക്സാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, പട്ട, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചധികം കറിവേപ്പില, നമ്മൾ 2-3-4 തണ്ട് കറിവേപ്പില, 2 സ്പൂൺ വെളിച്ചെണ്ണ. ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നന്നായിട്ട് മസാല എല്ലാ സ്ഥലത്തും, പീസുകൾ എല്ലാ സ്ഥലത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചൊരു 3-4 വിസിൽ കേൾക്കണം. എല്ല് പീസായതുകൊണ്ട് ഇത്തിരി വേവാൻ അധികം സമയമെടുക്കും. നമുക്കതിന് ശേഷം അതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ, തേങ്ങയെല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാ പീസും നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഇനി ആട്ടിൻ തല തോരന് വേണ്ടിയിട്ടുള്ള നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങ വറുക്കുമ്പോൾ ശരിക്കും മൂത്ത് പോവാതെ ഈ തേങ്ങാപ്പാൽ ജസ്റ്റ് അതൊന്ന് വറ്റുന്നത് വരെ മാത്രം വറുത്താൽ മതി. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇടാം.
തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വറുത്തതിന് ശേഷം ഒരു 6-7 ചെറിയ ഉള്ളി നെടുകെ കട്ട് ചെയ്തതും ഒരു 4 വെളുത്തുള്ളിയും ചെറുതായിട്ട് കീറിയിട്ടതും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുക്കാം. ഒരു സ്പൂൺ പെരിഞ്ജീരകം, ചെറിയ 2 പീസ് പട്ട, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ കറുത്ത് പോകണ്ട, കറുത്ത് വെച്ചാൽ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലൊന്ന് വറ്റിയാൽ മാത്രം മതി. ഭയങ്കര ടേസ്റ്റുള്ള ഒരു മസാലയും ഇത് കൂടെ മട്ടൻ്റെ പീസും കൂടെ ആയിട്ട് നല്ല കോമ്പിനേഷനാണ്. ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണോളം മുളക് പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ മട്ടൻ്റെ തല വേവിച്ച് വെച്ചേക്കുന്ന അതിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഒരുപാട് മസാലകളോ ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്. ഇതുപോലെ കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ തലത്തോരനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച മസാല ചേർക്കാം. തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് നമുക്ക് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയൊരു കടുതാളിപ്പ് കൂടിയുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലത്തോരൻ റെഡിയാവും. എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി തലത്തോരൻ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടുതാളിപ്പ് താളിച്ചിട്ടുണ്ട്, ഇതിലേക്ക് ചേർക്കാം. നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം.